കഴിഞ്ഞ ദിവസം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ലാലേട്ടൻ്റെ മറ്റേ പരസ്യം കണ്ടത്. ഏത് മറ്റേ പേസ്റ്റിട്ട് പല്ലേച്ച് പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പരസ്യമില്ലേ? കേടായ പല്ലുകൾ നമുക്ക് ശരിയാക്കണ്ടേ? അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു എൻ്റെ പല്ല് ഞാൻ കുറച്ച് വൃത്തിയാക്കണമെന്ന്. കാരണം നല്ല കൂറ പിടിച്ചിരിക്കുകയാണ്. ഡെയിലി പല്ലേപ്പും കൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അഴുക്കങ്ങ് സെറ്റിലായിപ്പോയി. ഇന്ന് എന്തായാലും ഞാനത് ക്ലീൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് വണ്ടി എടുത്ത് ഇറങ്ങി നേരെ വിട്ട നമ്മുടെ സ്റ്റാർ ഡെൻ്റൽ കെയറിലാണ്. അവിടെ പോകാൻ കാര്യം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആശുപത്രി നല്ല ആശുപത്രിയാണ് ഓഫ് കോഴ്സ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഫർസ, ഡോക്ടർ ഫർസ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നും നോക്കില്ല, ഓളെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ? അപ്പോൾ തിരക്കൊന്നുമില്ല, നീ നേരെ പോര് എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏറെക്കുറെ അവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന്. അപ്പോൾ ഓൾ വന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഞാൻ പോസ്റ്റ് അടിച്ച് പുറത്ത് വന്നു. പക്ഷേ പുള്ളിക്കാർ തിരക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും നോക്കില്ല, എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ആ കഥ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അപ്പോഴേക്കും പുള്ളിക്കാരി വന്നിട്ട് അവിടുത്തെ മാമിനോട് പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ്. അതൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഫ്രീ ആകുമ്പോൾ നമുക്ക് അകത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യിച്ചു. അങ്ങനെ അവസാനം എന്നെ കൊണ്ട് കിടത്തി ഇരുത്തി. ദാ ഇരിക്കുന്നതാണ് ഡോക്ടർ ഫർസ. അവളുടെ മുഖം കാണിക്കാൻ ഞാൻ മറന്നുപോയി, ഇന്നെപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ. അങ്ങനെ പുള്ളിക്കാർ പണി തുടങ്ങി. മോനെ ടൂൾസ് എടുത്ത് അങ്ങോട്ട് ഉരച്ച് കഴിയും. സർവീസ് സെൻറ്ററിൽ വണ്ടി കഴുകണമല്ലോ, കഴുകി ഇറക്കിയില്ലേ ഒരു കുന്ന് ചെളി. എൻ്റെ പല്ലിൻ്റെ അകത്തുണ്ടായിരുന്ന സകലമാന ബാക്ടീരിയയും അടിച്ചോടിച്ചു. ഇടയ്ക്കൊക്കെ പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ല കേട്ടോ. ഇങ്ങനെ അവസാനം കുറേ നീണ്ട നാൾക്ക് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന കാര്യം ഞാൻ നടത്തി. എൻ്റെ പല്ലിൻ്റെ സൗന്ദര്യം നോക്കൂ, വെട്ടിത്തിളങ്ങല്ലേ. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്. ചുമ്മാ ആണ് ഒരു സ്റ്റാർ എന്ന് പേരിട്ട് വെച്ചാൽ സ്റ്റാർ ഡെൻ്റൽ കെയർ.